ഹായ് ഹലോ, രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊരു കുട്ടി ചോദിക്കുകയുണ്ടായി, ഞാൻ കർക്കിടക മാസത്തിനെ വരവേൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം നമ്മൾ വീടുകളിലെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചോദിക്കുകയുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ ശീവോതിക്ക് വെക്കുക എന്നുള്ളത്. അപ്പം ഞാൻ അന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉമ്മർപ്പടി മോറി വിളക്ക് വെക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ദക്ഷിണായനം തുടങ്ങാണ് കർക്കിടകം 1-ാം തീയതി മുതലേക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് നമ്മൾ ചെയ്തു വെക്കണം. അന്ന് ആ ദിവസം മുതൽക്ക് നമ്മൾ ചെയ്തു വെക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ ബാങ്കിൽ വല്ല ഡെപ്പോസിറ്റ് പൈസ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇല്ലാത്ത കാലത്ത് ഉപയോഗിക്കെടുക്കില്ലേ എന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾക്ക് ഭക്തി കൂടുതൽ വേണം. അപ്പോൾ നമ്മളെ ശരീരമൊക്കെ ദുർബലമാവണ സമയമാണ്. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ ഈ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. കാരണം ദഹനം കുറവായിട്ടാണ് നടക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ശീവോതിക്ക് വെക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കും. അത് നമ്മളൊരു വലിയ തളികയിൽ എന്തൊക്കെ എടുക്കുന്നറിയോ? ഒന്നാമത് നമ്മൾ അഷ്ടമംഗല്യ തട്ട് വെക്കുക. അഷ്ടമംഗല്യ തട്ട് എന്ന് നമ്മൾ പറയണം, അഷ്ടമംഗല്യം. അപ്പോൾ നമ്മൾ ഈ കണ്ടിട്ടില്ലേ, കല്യാണ ദിവസമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അഷ്ടമംഗല്യ തട്ട് ഒരുക്കണത്? അതേപോലെ ഒരു തട്ട് നമ്മൾ ഒരുക്കി വെക്കും. അതിൽ നമ്മൾ പിന്നെ ഒരു അലക്കിയ വസ്ത്രമായാലും വേണ്ടില്ല, കോടി വസ്ത്രമായാലും വേണ്ടില്ല, അങ്ങനെ കോടി വസ്ത്രം ഉണ്ടാവും, വാൽക്കണ്ണാടി ഉണ്ടാവും, സിന്ദൂരം ഉണ്ടാവും, കൺമഷി ഉണ്ടാവും, പിന്നെ ദശപുഷ്പങ്ങൾ ഉണ്ടാവും, പിന്നെ കുറച്ച് ഉണങ്ങലരി ഉണ്ടാവും, കുറച്ച് നാണയങ്ങൾ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഒരു 5 തിരിയിട്ട നിലവിളക്ക് നിങ്ങൾക്ക് സാധിക്കിച്ചാൽ അങ്ങനെ വെക്കാം. അല്ല ഇനിയിപ്പോൾ 2 തിരിയിട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിച്ച് ഓരോ തിരിയിട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിലും വെക്കാം. അതൊക്കെ നമ്മളെ സൗകര്യം കേട്ടോ. വിളക്കിന്റെ കാര്യമൊക്കെ നമ്മളെ സൗകര്യമാണ്. ഇപ്പൊ എല്ലാ വീട്ടിലും നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയൊരു വിളക്ക് നടുക്കുന്ന ഇങ്ങനെ ഇത് അല്ലേ, ഒറ്റത്തിരിയായിട്ട്. അതിൽ നമ്മൾ കൂട്ടിപ്പിരിച്ച് 2 തിരി ഇട്ടാൽ മതി, ദോഷമൊന്നുമില്ല. കരിന്തിരി എരിയാതിരിക്കാൻ ഇപ്പൊ അതൊരു സൗകര്യം അല്ലേ, ചെറിയ സാമിക്കൂടുകളാവും നമ്മളെ വീട്ടില്. അപ്പൊ അങ്ങനെ ഒരു വിളക്കായാലും മതി. അപ്പോൾ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ സാധിക്കണവർക്ക് നമുക്ക് ആ ഒരു ഇല നാക്കലപ്പുറത്ത് വെച്ചിട്ട് എന്തൊക്കെ ഒരുക്കി വെക്കാന്ന് അറിയാം. തലേ ദിവസം നമ്മൾ വിഷു 1-ാം തീയതിക്ക് ഒരുക്കി വെക്കില്ലേ, തലേ ദിവസം രാത്രി എന്ന പോലെ ഇത് പണ്ടൊക്കെ തറവാടുകളിലൊക്കെ ഒരുക്കി വെച്ചിരുന്നു കേട്ടോ. അത് നമ്മൾ എവിടെ ഇപ്പൊ വിളക്ക് വെക്കണം വെച്ചാൽ അതിന്റെ മുന്നിൽ നമ്മളൊരു പുൽപ്പായ വിരിച്ചിട്ട് താഴെ ഇറക്കി വെച്ചാൽ മതി. അല്ല നമുക്ക് ആ സ്വാമി വെക്കണ സ്ഥലത്ത് സാധിക്കിച്ച അങ്ങനെ ഒരുക്കി വെക്കാം നമുക്ക് തലേ ദിവസം രാത്രി. അപ്പൊ അഷ്ടമംഗല്യത്തട്ട് നമ്മൾ ഒരുക്കി വെച്ചു. അതിൽ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യണത് ഒരു നാക്കല എടുത്തിട്ട് അതിൽ അവില് മലര് പഴം ശർക്കര ഇങ്ങനെ ദേവിക്ക് നമ്മൾ ശീവോതിക്ക് വെക്കുക പറയുന്നത് ശ്രീ ഭഗവതി വരവേൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇതൊക്കെ ഒരുക്കി വെച്ച് ഭഗവതിയുടെ ഫോട്ടോ, ഏതൊക്കെ ദൈവങ്ങളിലെ ഫോട്ടോ വെച്ചാൽ അതിന്റെ താഴെ നമ്മൾ വെച്ചിട്ടുണ്ടാവുക. ഇതിനെ വെച്ചിട്ട് ഒരു ഭഗവതിയുടെ ഫോട്ടോ നമ്മൾ കൊടുന്ന് വെക്കുകയൊന്നുമില്ല, മനസ്സിലായില്ലേ? പണ്ടൊക്കെ മച്ചിലാണ് അതൊക്കെ കൊടുന്ന് വെക്കുക. മച്ച് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എങ്ങനെയാ വിഷുക്കണിക്ക് ഒരുക്കണം വെച്ചാൽ അതുപോലുള്ള സ്ഥലത്ത് ഒരുക്കി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് കർക്കിടകത്തിൽ പ്രത്യേകിച്ചും എണ്ണ തേച്ച് കുളിക്കണം. അത് 1-ാം തീയതി എന്താഴ്ച വന്നാലും ശരി. പണ്ട് എണ്ണ തേപ്പ് കുളിക്ക് നല്ല പ്രാധാന്യമുള്ള മാസമാണ് കേട്ടോ. എണ്ണ തേപ്പ് കുളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ വേണ്ടി ശിരസ് മുതൽ കാലിന്റെ പാദത്തിന്റെ അടി വരെ എണ്ണ തേക്കേണ്ട ഒരു കാലാണ്. അടിപാദം വരെ എണ്ണ തേക്കണം. അങ്ങനെ എണ്ണ തേക്കേണ്ട ഒരു കാലാണ് കർക്കിടക മാസം. അപ്പൊ നിങ്ങൾക്ക് സാധിക്കണ പോലെ അങ്ങനെ അന്നത്തെ പോലെ ഒന്നും എണ്ണ തേക്കില്ലെങ്കിലും എങ്ങനെ സാധിക്കുക വെച്ചാൽ അങ്ങനെ എണ്ണ തേച്ച് കുളിച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ വിളക്ക് വെക്കാൻ. അപ്പൊ നമ്മൾ തലേ ദിവസം ചാണകവെള്ളമൊക്കെ തളിച്ചിട്ടാണ് പണ്ട് വീടൊക്കെ ഒരുക്കിയിട്ടുണ്ടാവുക. കാരണം പഴയ സാധനങ്ങൾ മുഴുവൻ മാറ്റി വെച്ചു. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവല്ലോ, അത് കണ്ടവർക്ക് മനസ്സിലാവും തലേ ദിവസം വരെ നമ്മൾ എന്തൊക്കെ ചെയ്തു വെക്കണം എന്നുള്ളത് അല്ലേ. തലേ ദിവസം നമ്മൾ ഒരുവിധമൊക്കെ ഒരുക്കി വെച്ചതിന്റെ ശേഷം അഷ്ടമംഗല്യ തട്ടും ഈ നമ്മൾ പഴം ശർക്കര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന്റെ ശേഷം പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് നമ്മൾ വിളക്കിലെ എണ്ണയും തിരിയൊക്കെ റെഡിയാക്കി വെച്ചതിന്റെ ശേഷം നമ്മൾ കുളിച്ച് വന്നതിന് ശേഷം വീണ്ടും വേണം നമ്മൾ കിഴക്കേ ഉമ്മർപ്പടി എരിച്ച്. നമ്മൾക്ക് 2 ഉമ്മർപ്പടി ഇപ്പം ഉണ്ടാവുള്ളൂ, മുൻവാതിലിനും പിൻവാതിലിനും. അത് നമ്മൾ വെള്ളം കൊണ്ട് കഴുകാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഉമ്മർപ്പടിയൊക്കെ മോറിയിട്ടുണ്ടാവും തലേ ദിവസം, ഒക്കെ ശരിയാണ്. എങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് തുടച്ച് ശുദ്ധാക്കിയതിന്റെ ശേഷം വെറുതെ വെള്ളത്തിൽ ഒരു മഞ്ഞളോ ഉപ്പോ എന്തെങ്കിലും ഇട്ടൊന്ന് ഉമ്മറഭാഗമൊക്കെ അടിക്കാൻ നമുക്ക് പറ്റില്ല, പ്രകാശത്തിനാവും നമ്മൾ വിളക്ക് വെക്കുക. അപ്പൊ നമ്മൾ തളിച്ചാൽ മതി ആ സമയത്ത്. തലേ ദിവസം നമ്മളൊക്കെ സംക്രാന്തി പണി കഴിഞ്ഞ് ഒരുങ്ങി വെച്ചിട്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് തളിച്ച് നമ്മളെ വീടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് ശുദ്ധം വരുത്തുക, മനസ്സിലായില്ലേ? റോസ് വാട്ടർ ഉള്ളവർക്ക് സുഖമാണ് കേട്ടോ. നമ്മൾ കിണ്ടിയും വെള്ളവും ഒപ്പം വെക്കണം. അത് ഞാൻ പറഞ്ഞില്ലേന്നാവും. അതിൽ നമ്മൾ ദശപുഷ്പങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇതില് അഷ്ടമംഗല തട്ടിൽ ദശപുഷ്പങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ടാവല്ലോ. അതല്ലാതെ കിണ്ടിയുടെ വെള്ളത്തിൽ നമ്മളൊരു തുളസിയുടെ കഴുത്തിങ്ങനെ വെക്കണം.
മനസ്സിലായല്ലോ. പിന്നെ കിണ്ടിയിൽ വെള്ളം, പുതിയ വെള്ളം നിറച്ച് മാറ്റി വെക്കണം. അതിൽ നമ്മൾ റോസ് വാട്ടറും പച്ചക്കർപ്പൂരം ഇടാൻ വെക്കണവർക്ക് അത് ഇടാം. അല്ല, ഇനി ജവാദു പൗഡർ ഉള്ളവർക്ക് അത് ഇടാം. ഒന്നുമില്ല, ശുദ്ധമായ ജലത്തിൽ തുളസി ഇട്ടാൽ തന്നെ തുളസി തീർത്ഥം എന്നാ പറയാ കേട്ടോ. ആ തുളസി തീർത്ഥം ഭഗവാനും തളിച്ച് നമ്മളെ മേത്തൊന്ന് തളിച്ചിട്ട് നമ്മൾ വിളക്ക് വെക്കാൻ തുടങ്ങാം. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ആ സിന്ദൂര പാത്രത്തിൽ നിന്ന് കിണ്ടിയുടെ വാലിമ്പിൽ ഒരു ലേശം മോതിര വിരലിൽ സിന്ദൂരമാക്കി ഇങ്ങനെ വെച്ച് ഒന്ന് തൊടുക ആ വാലിമ്പില്. എന്നിട്ട് അത് തൊട്ടിട്ടാണ് നമ്മൾ കണ്ണിൽ വെക്കുക ഭഗവതിയെ തൊഴാൻ. ഭഗവതി സങ്കല്പമാണ് അതേ, നമ്മൾ ഭഗവതിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ കർക്കിടക മാസം യാത്രയൊക്കെ ചെയ്ത് നമ്മൾ ഭഗവതിക്ക് വിളക്കൊക്കെ കൊളുത്തി ഒക്കെ തൊഴുതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള രാമായണം തോനെയൊന്നും വേണ്ട, നമുക്ക് സാധിക്കണ ഒരു നമുക്ക് ബാലകാന്ഡാണ് ആദ്യത്തെ കാണ്ഡം. അപ്പൊ അത് നമുക്ക് എത്രയും നമുക്ക് സാധിക്കണവർക്ക് കർക്കിടകം 30-ാം തീയതി ഉള്ളില് മുഴുവനും വായിച്ചു തീർക്കാം. ചിലവര് 15-ാം തീയതി കഴിഞ്ഞ് വീണ്ടും വായന തുടങ്ങും, ഒക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ സാധിക്കുക തെറ്റുമോ ഒന്നുമില്ല. ഒരു രാമായണം നമ്മളെ വീട്ടിൽ കൊടുന്നു വെച്ചാൽ വളരെ നല്ലതാ ഹിന്ദു ഭവനങ്ങളിൽ, അല്ലേ? പണ്ടൊക്കെ കാരണവന്മാരാട്ടോ രാമായണം വായിക്കുക. ഇപ്പോഴും കാരണവന്മാര് വായിക്കാം, കുട്ടികൾക്ക് വായിക്കാം, എല്ലാവർക്കും വായിക്കാം. എങ്ങനെ വായിക്കാൻ പാടില്ലാത്തവരെന്ന് പറഞ്ഞായിരുന്നു. പുലവാലായ്മയുള്ള സമയത്ത് നമ്മൾ അശുദ്ധമാക്കണ്ട. പക്ഷെ പണ്ട് നമ്മൾ പാഠപുസ്തകത്തില് പഠിച്ചിട്ടുണ്ട് കേട്ടോ രാമായണത്തില്. മനസ്സിലായില്ലേ? ഒരു പാഠം എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഒരു പദ്യമായിട്ടാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ പുസ്തകം നോക്കും വായിക്കുകയൊക്കെ ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ പഠിക്കണ സമയത്ത് പുലവാലായ്മയോ അശുദ്ധക്കട ഒന്നും ഇതില്ലേ, ബാധകല്ലേ ഒരു പാഠപുസ്തകത്തിലാവുമ്പോൾ. പക്ഷെ കർക്കിടകത്തിലെ ഒരു ആചാരമാസല്ലേ കർക്കിടകം. ആ സമയത്ത് നമ്മൾ പുലവാലായ്മ ഉള്ളവരോ പീരിയഡ്സ് ആയവരോ ആ 7 ദിവസം നമ്മൾ തൊടാതിരിക്കണതാണ് ശുഭം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വായിച്ചോട്ടെ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ 7 കുളിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വായിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, 4 കുളിച്ചാൽ 4 അമ്പലത്തിലും കയറാം എന്നൊരു നിങ്ങൾ കേട്ടിട്ടില്ലേ? ശരീരശുദ്ധിയാണ് കേട്ടോ ഏറ്റവും വലിയ ശുദ്ധി. ചിലവർക്ക് 4 കുളിച്ചാൽ ശുദ്ധമായി. അങ്ങനത്തെവർക്ക് 4 കുളിച്ച് ശരീരത്തിൽ ഒരു അശുദ്ധി ഇല്ലെങ്കിൽ, ഇതൊക്കെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ, അതുകൊണ്ടാണ് ഇങ്ങനെ വിടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ 4 കുളിച്ച് ശരീരത്തിന് ഒരു അശുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് വിളക്ക് വെക്കണോണ്ടോ രാമായണം പാരായണം ചെയ്യണോണ്ടോ ഒരു കുഴപ്പമില്ല. ഇത് ലോകത്ത് സ്ത്രീകൾക്ക് മുഴുവനും എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. ഇത് പുതിയ കാര്യമല്ല. അതിനെ ഒരുപാട് ചവിട്ടിത്തള്ളേണ്ട കാര്യമില്ല. അത് നമ്മളെ അമ്മമാരാവാനും ഭൂമിദേവി പുഷ്പിണിയായി നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ സങ്കല്പം. നമ്മളൊരു ഭഗവതി സങ്കല്പം തന്നെയാണ്. അതൊരു എന്താ പറയാ ചീത്ത കാര്യമൊന്നുമല്ല, അത് നല്ല കാര്യമാണ്, ശുഭകാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പേടിക്കുകയേ വേണ്ട. ഞാനും കുട്ടിക്കാലത്ത് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അറിയാതെ ഓർമ്മയില്ലാതെ വളക്കമ്പിൽ തൊടുകയൊക്കെ ചെയ്യുന്നിട്ട് ഭഗവാനൊക്കെ ഒരുപാട് വഴിപാട് കൊണ്ടുകൊടുക്കുക, പ്രാർത്ഥിക്കുക പേടിച്ചിട്ടേ. അപ്പൊ നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട, അതൊന്നും പേടിക്കേണ്ട കാര്യമല്ല. ദൈവങ്ങൾ എല്ലാം അതിന് ക്ഷമിക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെ ഈശ്വരൻ ഉണ്ടാവുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്നു പോണത്, ചക്രങ്ങൾ തിരിഞ്ഞു പോണതൊക്കെ ഭഗവാന്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആരും പേടിക്കാതെ 7 വിളിച്ചിട്ടൊക്കെ സുഖമായിട്ട് എല്ലാവരും അതൊക്കെ ചെയ്തോളൂ. പിന്നെ രാമായണം വായിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പുസ്തകം നമ്മൾ തറയിൽ അങ്ങനെ വെച്ചിട്ട് വായിക്കണ്ട. മനസ്സിലായില്ലേ? ഒരു പീഠത്തമ്പിലോ ഇനി ഒന്നുമില്ല മടിയിൽ വെക്കാത്ര, നിലത്തിരുന്ന് വായിക്കാൻ പറ്റുന്നവർക്ക് മടിയിൽ വെച്ച് വായിക്കാം. അല്ല ഇനി കസേരയിൽ ഇരുന്ന് വായിക്കാച്ചാലും ദോഷമൊന്നുമില്ല. ഇപ്പൊ കാലം കൊണ്ട് എല്ലാവർക്കും വയ്യാത്ത കാലം അല്ലേ? എങ്കിലും അപ്പൊ നമ്മൾ മടിയിലെങ്കിലും വെക്കുക. ഞാൻ നിലത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിലത്തിടരുത് ആ പുസ്തകം എന്നുള്ളൊരു ഇതുണ്ട്, ഒരു ബഹുമാനം കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ രാമായണം വായിക്കുമ്പോൾ പെടുന്നനെ വളക്കൊക്കെ കൊളുത്തി ഓട്ടി വന്ന് രാമായണം കൂടെ തുറന്ന് വായിക്കൽ തുടങ്ങരുത്. അപ്പൊ നമ്മൾ ആദ്യം ഗണപതി ഭഗവാന് വേണ്ടിയിട്ട് ചൊല്ലണം എന്തെങ്കിലും ഒരു നാമം, നമുക്ക് അറിയണതൊക്കെ ചെല്ലാട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്യമല്ലം ബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം, അത്ര ചെല്ലിയാതും മതി. എന്താ ചെയ്യുന്ന ശരവണ ഭഗവാൻ ഒന്ന്, സുബ്രഹ്മണ്യ സ്വാമിക്ക്, പിന്നെ ഭഗവതി ഓം പരാശക്തി നമോ നമ ശിവായ എന്നൊരു 3 വരി അത്രയെങ്കിലും ചെല്ലുക. പിന്നെ നമുക്ക് അറിയണ നാമങ്ങളൊക്കെ 4 വരിയെങ്കിലും ചെല്ലിയിട്ട് വേണം തൊഴുതിട്ട് രാമായണം വായിക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ രാമായണം ഓടി വന്ന് വായിക്കരുത്. അങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് അമ്മ പറഞ്ഞുതന്ന കാര്യങ്ങൾ അത്രയും പറഞ്ഞു തരുന്നത്. ഈ ശിവോദിക്ക് വെക്കലൊക്കെ അമ്മ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമ്മൾ ഈ രാമായണം വായിക്കുന്നതിന്റെ മുന്നേ നമ്മൾ ചന്ദനവും അതിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് ഞാൻ ഓർമ്മയില്ലാതെ ഇങ്ങനെ മറക്കുകയാണ്. ഇനിയിപ്പോ മറ്റന്നാൾ വെക്കണ്ടേ, അപ്പൊ അങ്ങനെ ഓർക്കണം. ചന്ദനം വെച്ചിട്ടുണ്ടാവും. ദശപുഷ്പങ്ങളിലത്തെ ഒരു മുക്കുറ്റിയുടെയെങ്കിലും ഒരു ഇലയും എടുത്തിട്ടാണ് നമ്മൾ അന്ന് കുറി തൊടേണ്ടത്. 1-ാം തീയതി അങ്ങനെ നമ്മൾ കുറി തൊടുക. സാധിക്കിച്ച 30 ദിവസം എല്ലാവരും ചെയ്തോളൂ. അല്ലെങ്കിൽ 7 ദിവസമെങ്കിലും ഈ കുറി തൊടലൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും ചെയ്തോളൂ. ദശപുഷ്പം എന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ചന്ദനെങ്കിലും തൊട്ട് രാമായണം വായിക്കൽ തുടങ്ങിക്കോളൂ. ഈ വായിച്ചു തുടങ്ങിയ ആളൊക്കെ തന്നെ 30 ദിവസവും തുടങ്ങണമെന്നില്ല. വീട്ടിൽ ആരൊക്കെങ്കിലും തുടർന്ന് വായിക്കാൻ അറിയിച്ചാൽ അവർക്ക് തുടങ്ങാം. ഒന്നിനും ഒരു പേടിയില്ല. അവസാനത്തെ ദിവസം 30-ാമത്തെ ദിവസം നമ്മളെ രാമായണ പാരായണം മുഴുവനായാലും ആയില്ലെങ്കിലും ആവാൻ നിങ്ങൾ ശ്രമിക്കുക.
കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒക്കെ ആയിട്ട് വീട്ടിലുള്ളവരൊക്കെ വായിച്ച് ശ്രമിക്കുക. അപ്പൊ അന്നത്തെ ദിവസം നമ്മള് പണ്ടൊക്കെ എന്തോ ഒരു പറയണ്ട, എന്തോ കമ്പം കൂടുന്നോ എന്തോ പറയുന്നുണ്ട് വയസ്സായവര്, അതെന്താന്ന് അറിയില്ല. എങ്കിലും അന്നത്തെ ദിവസം നിങ്ങളൊരു നേദ്യം, പഞ്ചസാര പായസമായാലും വേണ്ടില്ല, ശർക്കര പായസമായാലും വേണ്ടില്ല, ഒരു ചെറുതായിട്ടൊരു പായസമൊക്കെ വെച്ച് നമ്മളെ നാമജപമൊക്കെ കഴിയുമ്പോഴേക്കും പായസമൊക്കെ റെഡി ആവണം. എന്നിട്ട് വെറുതെയെങ്കിലും നമ്മളെ മനസ്സിൽ ശ്രീരാമ ഭഗവാനും സീതാദേവിയും ഒക്കെ മനസ്സിൽ വിചാരിച്ച് എല്ലാവർക്കും പ്രസാദം കൊടുത്ത പോലെ കാണിച്ച് നമുക്ക് സാധിച്ച അടുത്ത വീട്ടിലേക്കൊക്കെ ഒരു തുള്ളിച്ച പായസമൊക്കെ പ്രസാദം പോലെ കൊടുത്ത് അതിൽ. അപ്പോൾ ഈ രാമായണ പാരായണമൊക്കെ കഴിഞ്ഞാൽ നമ്മള് 7 ദിവസമോ 14 ദിവസം 21 ദിവസം നമുക്ക് എത്തണം എങ്ങനെയും കർക്കിടക മാസം മുഴുവനായാലും വേണ്ടില്ല ഔഷധക്കഞ്ഞി. നിങ്ങൾ കേട്ടിട്ടില്ല ഔഷധക്കഞ്ഞി? പണ്ടൊക്കെ നമ്മൾ ഞവരരി, ഉണങ്ങല്ലരി, പിന്നെ എന്തൊക്കെയോ 2-3 മരുന്നുകളൊക്കെ നമ്മൾ അതിലിട്ട് പാൽക്കഞ്ഞി, പാലിലാണ് അതൊക്കെ തിളപ്പിച്ച് കുടിക്കണം. പശുവും പാലായാലും വേണ്ടില്ല, നാളികേര പാലായാലും വേണ്ടില്ല. അതിൽ നമ്മൾ ഉപ്പ്, സാധാ ഉപ്പിടില്ല, ഇന്ദുപ്പാണ് ഇടണത്. അപ്പോൾ അങ്ങനെ ഒരു കഞ്ഞി, ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഒന്നും വേണ്ട, നമ്മൾ പണ്ടത്തെ അമ്മമാര് ഉണ്ടാക്കണ കഞ്ഞിയല്ല ഇപ്പൊ കുടിക്കണേ. ഇപ്പൊ ഔഷധക്കടയിൽ ചെന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞി, ഔഷധക്കഞ്ഞി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൂട്ട് അവർ തരുന്നുണ്ട്. അതിൽ ആശാളി പ്രധാനപ്പെട്ടാണ്, ആശാളി ദഹനത്തിനൊക്കെ. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങളായിട്ട് വരുന്നുണ്ടാക്കി, അത് മുഴുവനെ പേര് പറയാൻ അറിയില്ല. ഇപ്പൊ അങ്ങനെ വാങ്ങലായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വീട്ടിലുണ്ടാക്കി കുടിക്കണം. ഇതൊക്കെ ഈ കടകളിൽ നിന്ന് വാങ്ങണ പാക്കറ്റ് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഔഷധക്കഞ്ഞി വാങ്ങി കുടിക്കണം. അല്ല, മരുന്ന് കഞ്ഞി കടയിൽ നിന്ന് വാങ്ങി കൊടുത്തിട്ട് വീട്ടിൽ തയ്യാറാക്കി കുടിക്കണം. കാരണം ആരോഗ്യത്തിന് നല്ലതാണ് മക്കളെ. ഈ ഇറച്ചി മീനും ഈ കർക്കിടക മാസം ഒരു മാസം ഉപേക്ഷിക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ ദഹനം കുറവുള്ള കാലാണ്, മഴ നിൽക്കല്ലേ. അത് കാരണമാണ് ഇറച്ചി മീനും കഴിക്കരുതെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ പച്ചക്കറികളും ഇലക്കറികളും, പത്തലയൊക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. പിന്നെ പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. കുട്ടികളൊന്നും സമ്മതിക്കില്ല, അത് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ അമ്മമാരെങ്കിലും അങ്ങനെ നോക്കുക. എന്നിട്ട് രാമായണമൊക്കെ എല്ലാവരും വായിക്കുക. കുട്ടികളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കേട്ടു അത്രയേ ഉള്ളൂ. ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തില് ഇത്രയും പ്രാർത്ഥനകൾ മനസ്സിൽ, നാലമ്പല യാത്ര, ഗുരുവായൂർ ഒന്ന് പോവുക, സാധിക്കണവരെ എല്ലാ അമ്പലങ്ങളും കർക്കിടത്തിൽ പോകണമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. നമുക്ക് സാധിക്കണം വെച്ചാൽ നമുക്ക് സാധിക്കുന്ന അമ്പലങ്ങളിലൊക്കെ പോവുക. കാരണം ഒരു വർഷത്തേക്കുള്ളതാണ് നമ്മളെ സമ്പാദിച്ചു വെക്കണത്. നമ്മൾ ഒരു വർഷത്തേക്കുള്ളത് എന്താണെന്നറിയോ? ആരോഗ്യവും ഈശ്വരാധീനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേക്കുള്ളത് നമ്മൾ സമ്പാദിച്ച് വെക്കണം, പൈസ സമ്പാദിച്ച് വെക്കണ പോലെ. കാരണം കർക്കിടത്തിൽ ദേവീദേവന്മാരൊക്കെ നമുക്ക് പ്രത്യക്ഷമാണ് അത്രേ. നമ്മൾ വിചാരിക്കണ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റി തരും ദൈവങ്ങൾ. അറിയില്ലേ, വിഷ്ണു ആണെങ്കിലും തന്നെ എല്ലാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാലാണ്, ദക്ഷിണായനാണ്, ഒക്കെ നല്ല കാലാണ്. കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ, കർക്കിടത്തിൽ നമ്മൾക്ക് ഇതേപോലെ കർക്കിടക മാസം ആരംഭം തുടങ്ങി നല്ലതായി. പിന്നെ ചിങ്ങം അടുത്ത മാസം ഓണായി. തുലാമാസത്തില് മനസ്സിലായില്ലേ, ദേവിക്ക് പ്രധാനപ്പെട്ട കാലായി. വൃശ്ചികമാസം മണ്ഡലകാലായി. ധനുമാസം നമ്മളെ തിരുവാതിരയായി. പിന്നെ അങ്ങനെ തുടങ്ങുമായിട്ടോ. ഉത്തരായണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വേറെ തുടങ്ങി. ഇത് ദക്ഷിണായത്തിലെ 6 മാസവും നല്ലതാണ് ഇത്ര പ്രാർത്ഥനകൾക്കൊക്കെ. അപ്പോൾ അമ്പലത്തിൽ പോകാനൊക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്തു നോക്കണം. വീഡിയോ ലോങ് ആയി പോണൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. എനിക്കറിയണ കാര്യങ്ങൾ മാത്രമായിട്ടോ ഇതൊക്കെ ഞാൻ പറയുന്നത്. ഞാൻ ഇതൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഇത്രയും അറിവുകൾ. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിക്കൊണ്ടോ അറിയുന്നില്ല. ഒരു കുട്ടി ചോദിക്കണ്ടായിരുന്നു, ഞാൻ കർക്കിടത്തിനെ വരവേൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ രാമായണ വായന എന്തേ പറയാത്തതെന്ന്. അപ്പോൾ അതൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തതാണെന്ന്. അപ്പോൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം, ലൈക്ക് ചെയ്യണം, അമ്മയെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടി ഒന്ന് അനേബിൾ ചെയ്യണേ കുട്ടിയോളെ. അപ്പോൾ ഇനി എന്താ അമ്മ നീ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും രാമായണ മാസം തുടങ്ങാൻ സന്തോഷമായിട്ട് ഇരുന്നോളൂ. അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ നിലവിളക്ക് 2 നേരം കൊളുത്തണത്. ഇത്രയും ദൈവങ്ങളെ വിചാരിക്കണത് അതുകൊണ്ടാണ്. ഒരു പോസിറ്റീവ് എനർജി നമ്മളെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.